എൽനിനോ പ്രതിഭാസം മൂലം മഞ്ഞുമലകൾ പൊട്ടിത്തകർന്നാണ് നേപ്പാളിൽ ദുരന്തമുണ്ടായതെന്ന് ശാസ്ത്ര നിരീക്ഷകർ. ഇതിന്റെ പ്രത്യാഘാതം ഇന്ത്യയിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. 12 മാസം നീണ്ടു നിൽക്കുന്ന എൽനിനോ പ്രതിഭാസം ആഗോളതലത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. ശാസ്ത്ര നിരീക്ഷകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ രാജഗോപാൽ കമ്മത്തുമായി കേരള വിഷൻ ന്യൂസ് പ്രതിനിധി ഡി ബിനോയ് നടത്തിയ അഭിമുഖം കാണാം. കഴിഞ്ഞ ദിവസം ചൈന നേപ്പാൾ അതിർത്തിയിലുണ്ടായ വലിയ തരത്തിലുള്ള ഒരു പ്രകൃതി ദുരന്തം. സ്വാഭാവികമായും ആ ദുരന്തത്തെക്കുറിച്ച് അറിയുവാൻ, അതിൻ്റെ വ്യാപ്തി എന്താണെന്ന് മനസ്സിലാക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നതിന് വേണ്ടി ശാസ്ത്ര നിരീക്ഷകനും എഴുത്തുകാരനുമായ ശ്രീ രാജഗോപാൽ കമ്മത്ത് ചേരുകയാണ്. എന്തായിരുന്നു അവിടെ ഉണ്ടായത്, നേപ്പാളിലുണ്ടായത്? പ്രകൃതി ദുരന്തമായിട്ട് വേണം ഇതിനെ കരുതാനായിട്ട്. പിന്നെ അതിൻ്റെ ആഘാതം കൂട്ടിയത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഘടനകളുമാണ് അതിൻ്റെ ആഘാതം കൂട്ടിയത്. ഇന്നലെ തന്നെ ഏകദേശം 5.2 മാഗ്നിറ്റ്യൂഡ്, പിന്നെ ഒരു 4.4 മാഗ്നിറ്റ്യൂഡ്, അങ്ങനെ വിരുദ്ധമായ രീതിയിൽ ഒരു അഭിപ്രായങ്ങൾ ഉയർന്നു കേട്ടിരുന്നു. അതൊരു ഭൂകമ്പത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു ഹിമാനി പൊട്ടിയുണ്ടായ ഒരു ഇവൻ്റാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതല്ല എന്ന് പിന്നീട് ബോധ്യമായി. കാരണം ഈ ഒരു ഭൂകമ്പ ഊർജം അത് റിലീസ് ചെയ്യപ്പെട്ടത് ഉപരിതലത്തിൽ നിന്ന് തന്നെയാണ്. സാധാരണ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ ആഴത്തിൽ നിന്നാണ്, കിലോമീറ്ററുകളോളം ആഴത്തിൽ നിന്നാണ് ഭൂകമ്പത്തിൻ്റെ ഊർജം പുറത്തു വരുന്നത് തരംഗങ്ങളായിട്ട്. പക്ഷേ ഇവിടെ ഉപരിതലത്തിൽ തന്നെ ആയതുകൊണ്ട് ഇതൊരു ഹിമാനിയുടെ പതനം എന്ന് നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ്. അതായത് അവിടുത്തെ ഒരു മലഞ്ചെരിവുണ്ട്. ആ മലഞ്ചെരിവിൻ്റെ ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 7200 മീറ്ററാണ്. അവിടെ നിന്നും താഴേക്ക് ഏകദേശം 5200 മീറ്റർ ഉയരത്തിൽ, 5300 മീറ്റർ ഉയരത്തിൽ വെച്ചിട്ടാണ് ഹിമാനി പൊട്ടിയടർന്നത്. ഏകദേശം 1/2 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ വരുന്ന വലിയൊരു ഭാഗമാണ്. ദശലക്ഷക്കണക്കിന് ടൺ വരുന്ന ഐസാണ്, ഹിമമാണ് ഏകദേശം 1500 മീറ്റർ, അതായത് 1.5 കിലോമീറ്ററോളം താഴത്തേക്ക് പതിച്ചത്. ആ പതിച്ചത് മൂലമാണ് ഭൂകമ്പം മൂലമുള്ള ഒരു ആഘാതമാണെന്ന് ആദ്യം സംശയിക്കേണ്ടി വന്നത്. പിന്നീട് പതനം കഴിഞ്ഞതിന് ശേഷം താഴേക്ക് നമ്മുടെ തൃശ്ശൂർ നദി വരെ റസ്വാഗഡിയൊക്കെ കടന്ന് ഒഴുകി വരികയായിരുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റിൻ്റെ ഒരു പരിണാമം എന്ന് പറയുന്നത്, ഇത് ആദ്യം ഒഴുകി വന്നതിന് ശേഷം നദിയുടെ തടത്തിലെത്തി ഒരു അണ പോലെ കെട്ടി, അതായത് പാറയും മറ്റുമെല്ലാം കൂടെ ഒഴുകി വന്ന് വലിയൊരു അണ പോലെ രൂപപ്പെട്ട് അവിടെ ജലം വന്നടിയുകയും പിന്നീട് തുടർന്നുണ്ടായ ഒഴുക്കിൽ ആ അണ പൊട്ടുകയും ആഘാതത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ പതനം എന്ന് പറയുന്നത് അവലാഞ്ച് ഹിമാനി പൊട്ടിപ്പതിക്കുന്നതിൻ്റെ ആഘാതം എന്ന് പറയുന്നത് ഏകദേശം ഒരു മെഗാടൺ TNT ബോംബ് സ്ഫോടനത്തിന് തുല്യമാണ്. പിന്നീടുണ്ടായ ഗ്രാവിറ്റേഷണൽ എനർജി എന്ന് പറയുന്നത് ഏകദേശം 200 മെഗാടൺ TNT ബോംബിൻ്റെ സ്ഫോടനത്തിന് തുല്യമായിട്ടുള്ള ഊർജ്ജമാണ് ആ നദീതടങ്ങൾ സഹിച്ചിരിക്കുന്നത്. അവിടെ മൊത്തം നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. നദി ഒഴുകിയ വഴിയിലാണ് നിർമ്മാണ പ്രവർത്തനം. ഇമിഗ്രേഷൻ കൗണ്ടർ പോലും നദിയെ ഒഴുകിയിരുന്ന വഴിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഏകദേശം 15ഓളം ജലവൈദ്യുത പദ്ധതികളുമുണ്ട്. ധാരാളം ആളുകൾക്ക് താമസിക്കാനുള്ള മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ്, പിന്നെ ഗാർഹിക മേഖല തുടങ്ങിയവയെല്ലാം ഈ ഫ്ലഡ് പ്ലെയിനിലാണ്, അതായത് പണ്ട് നദി ഒഴുകിയിരുന്ന വഴിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ആഘാതം വർദ്ധിപ്പിച്ചത്. നമ്മുടെ നാരായണി, ഗന്ധക് എന്ന് പറയുന്ന നദികൾ, ബീഹാറിലും UPയിലുള്ള നദികളിൽ ഇതിൻ്റെ ആഘാതമുണ്ടാകും. അവിടെ ചിലപ്പോൾ മനുഷ്യരുടെ അവശിഷ്ടങ്ങളൊക്കെ ഒഴുകി വരാൻ ചാൻസ് ഉണ്ട്. കാറുകളും മറ്റു വാഹനങ്ങളൊക്കെ ധാരാളം ഒഴുകിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ജലം മാത്രമല്ല ഒഴുകി വരുന്നത്, അതിൻ്റെ കൂടെ തന്നെ ഈ ഡെബ്രിയും ഒഴുകി വരുന്നുണ്ട്, അവശിഷ്ടങ്ങൾ ഒഴുകി വരുന്നുണ്ട്. അത് ഗംഗ വരെ എത്തിച്ചേരും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, 3-4 ദിവസങ്ങൾക്കുള്ളിൽ ഗംഗ വരെ എത്തിച്ചേരും. അവിടെ വാൽമീകി നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 1 മുതൽ 2 മീറ്റർ വരെ നദീനിരപ്പ് ഉയരാനായിട്ടുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ തൊട്ടടുത്ത് 2 തടാകങ്ങൾ കൂടിയുണ്ട്. അതായത് ഗ്ലേഷ്യർ ഹിമാനി ഉരുകി ഉണ്ടായിട്ടുള്ള തടാകങ്ങൾ. അതിങ്ങനെ ഉരുകിയും പിന്നീട് വീണ്ടും ജലമായും ഒക്കെ മാറി മാറി നിൽക്കുന്നതാണ്. അതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്, അതിർത്തി എന്ന് പറയുന്നത് വളരെ ലോലമായിട്ടൊരു ബൗണ്ടറിയാണ്. ഇതുപോലൊരു ഇവൻറ്റിൽ ഉണ്ടാകുന്ന ഭൂകമ്പ ഊർജ്ജം അതിന് ആഘാതം വരുത്തിയിട്ടുണ്ടാകണം. അപ്പോൾ അതൊരു വലിയൊരു ഭീഷണിയായിട്ട് ആ ഭാഗത്ത് നിലനിൽക്കുകയാണ്. ആ ഒരു തടാകത്തിൻ്റെ ഭാഗം പൊട്ടുകയാണെങ്കിൽ
നേപ്പാളിൻ്റെ ഒരു ഭാഗം, കാഠ്മണ്ഡുവിൻ്റെ ഒരു ഭാഗം ഇല്ലാതാകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ഭൂകമ്പത്തിനുള്ള സാധ്യത, ഒരു സീസ്മിക് ഗ്യാപ്പ് സിദ്ധാന്തം അനുസരിച്ച് ഒരു കാലയളവ് കഴിയുമ്പോൾ അവിടെ സ്ട്രെസ് വർദ്ധിക്കുകയും അവിടെ ഭൂകമ്പത്തിനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ള സീസ്മിക് ഗ്യാപ്പ് സിദ്ധാന്തം. ആ സിദ്ധാന്തം അനുസരിച്ച് ഹിമാലയത്തിൽ വലിയൊരു ഭൂകമ്പത്തിനുള്ള സാധ്യത, ഏകദേശം 9 മാഗ്നിറ്റ്യൂഡ് വരെയുള്ള ഭൂകമ്പത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഈ പണി കഴിപ്പിച്ചിട്ടുള്ള ഘടനകൾ അവ വലിയ ആഘാതത്തിന് വഴിയൊരുക്കും. ഇപ്പോൾ തന്നെ നേപ്പാളിന് വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ആഘാതമാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലും ഇതൊരു സൂചനയാണ്. കാരണം കേരളത്തിൻ്റെ പശ്ചിമഘട്ടവും ഇതുപോലെ തന്നെ ദുർബലമായ ഒരു പ്രദേശമാണ്. നമുക്ക് നേരത്തെ തന്നെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം സമാന രീതിയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഹിമപാതം ഉണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ, ഈ മഞ്ഞ് ഒഴുക്കുണ്ടായി, അത് എത്ര ദൂരത്തോളം ഒഴുകിക്കാണ്? ഇപ്പോൾ ഗംഗ വഴി അത് ഒഴുകി വരുന്നുണ്ട്. ഇത് അനേകം കിലോമീറ്ററുകളുണ്ട്. കാരണം ആദ്യത്തെ ഇതെന്ന് പറയുന്നത് ആകെ മുകളിൽ നിന്നും 5200 മീറ്റർ ഉയരത്തിൽ നിന്നും, അതായത് സമുദ്രനിരപ്പിൽ നിന്നും 5300 മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് 4000 മീറ്ററിലേക്കാണ് പതിക്കുന്നത്. അപ്പോൾ ഏകദേശം 1.5 കിലോമീറ്ററോളം ആ ഒരു ഗുരുത്വത്തിൽ ഇങ്ങനെ പതിക്കുകയാണ്. ഈ 1/2 കിലോമീറ്റർ വരുന്ന ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഐസ് ഭാഗം, അതാണ് ആ ഒരു ഭൂകമ്പവർജ്ജത്തിന് കാരണമായത്. അതിനുശേഷമുള്ള ഒഴുക്കെന്ന് പറയുന്നത് തൃശ്ശൂരി നദി കൂടെ നേപ്പാളിൻ്റെ കിഴക്ക് ഭാഗം മൊത്തം കവർ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അതിപ്പോൾ 500-600 കിലോമീറ്ററോളം വരത്തില്ലേ, അത്രയും ആ ഭാഗം അത് ഒഴുകിയിട്ടാണ് വരുന്നത്. അത് ദിവസങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഇനി തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് വരുന്നത്. പിന്നീട് സബ്സിക്വൻ്റ് ആയിട്ടുണ്ടാകുന്ന ഇനിയും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് തുടർന്ന്. കാരണം ഓൾറെഡി ആ മലഞ്ചെരുവുകൾക്ക് ആഘാതം വന്നിട്ടുണ്ട്. ഇപ്പോൾ റസ്വാഗുഡി കഴിഞ്ഞിട്ടുള്ള ഇടങ്ങളിലും പ്രശ്നമുണ്ട്. കാരണം 2-3 സ്ഥലത്ത് വലിയ ആഘാതമാണ് ഉണ്ടായിട്ടുള്ളത്, പ്രത്യേകിച്ച് ചൈന നേപ്പാൾ ബോർഡറിൽ. അതിനുശേഷം തുടർച്ചയിങ്ങോട്ട് കാഠ്മണ്ഡുവിൻ്റെ ഭാഗത്തേക്ക് വരുന്ന വഴിക്ക് ഉള്ള ആ ചെറിയ പട്ടണങ്ങളിലെ എല്ലാം ഇത് ബാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി, അപ്പോൾ ഈ ആൾനാശത്തിൻ്റെ ഒരു കണക്ക് വല്ലാതെ പറയുന്നുണ്ടല്ലോ, അത്തരത്തിലൊരു വലിയ ആൾനാശത്തിൻ്റെ സാധ്യതയുണ്ട്. ഭീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെട്ട നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ളൊരു കണക്കാണ് ഇപ്പോൾ നമ്മളിപ്പോൾ റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ച് ഏകദേശം 1500 പേരാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. അത് വർദ്ധിച്ചു വരികയാണ്. കാരണം ഓരോ നിമിഷം കഴിയുന്തോറും ആളുകളുടെ സംഖ്യ വർദ്ധിച്ചു വരികയാണ്. ഈ കാലാവസ്ഥാ പ്രശ്നം എൽ നിനോ തന്നെയാണ് ഈ പ്രതിഭാസത്തിൻ്റെ പിന്നിൽ അല്ലേ? എൽ നിനോ എന്ന് പറയുമ്പോൾ സമുദ്രജലത്തിൻ്റെ താപം കൂടുന്ന ഒരവസ്ഥയാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം 2.5 ഡിഗ്രിയോളം പസഫിക്കിൻ്റെ കിഴക്ക് ഭാഗത്തെ താപനില വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർഫലമായിട്ട് ആഗോള വ്യാപകമായിട്ട് താപനില ഏറലുണ്ടാവും. ഇപ്പോൾ തന്നെ യൂറോപ്പിൽ ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള താപനില വർധനമാണ് രേഖപ്പെടുത്തിയത് ഈ വേനൽക്കാലത്ത്. അതുപോലെ തന്നെ എവറസ്റ്റ് പോലെയുള്ള ഇടങ്ങളിൽ, അതുപോലെ മറ്റ് ഹിമാലയൻ പർവ്വത നിരകളിൽ അതിൻ്റെ ഘടനയെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള അന്തരീക്ഷ മാറ്റമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10-12 മാസത്തോളം നീണ്ടു നിൽക്കും എന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത് എൽ നിനോ ഇഫക്റ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ധാരാളം കാലാവസ്ഥാ മാറ്റങ്ങൾ കേരളത്തിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ഹിമാലയത്തിലും പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എൽ നിനോ പ്രതിഭാസം കാരണം ഇനിയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് സാധ്യത ഉണ്ട് എന്നാണ് ഡോക്ടർ രാജഗോപാൽ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഈ നേപ്പാൾ ദുരന്തം വളരെ ചെറുതായി കാണേണ്ട കാര്യമില്ല. ഇതിൻ്റെ പരിണിത ഫലങ്ങൾ വളരെ ദൂരവ്യാപകമായിരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നന്ദി. ഗീതേഷിനൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്.